സുനിഷ, നേരത്തെ സുനിഷ മഴയത്തായിരുന്നു നിന്നിരുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴയൊന്ന് തോർന്നു നിൽക്കുകയാണോ? മിന്നൽ പ്രളയത്തിനൊക്കെ സാധ്യത പറയുന്നുണ്ട് മുന്നറിയിപ്പിൽ. എന്തൊക്കെയാണ് വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ്സ്? സുജയ, ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് കേരളത്തോട് അടുത്തിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ മലബാർ മേഖലകളിലാണ് ഈ മഴ കനക്കാനുള്ള സാധ്യതയായി പറയുന്നത്. വടക്കൻ കേരളത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അറബിക്കടലിലേക്ക് ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് പ്രവേശിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 4 ജില്ലകളിൽ പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ അതിശക്തമായ മഴ ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരുകയുമാണ്. പ്രധാനമായും റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് രാവിലെ സംസാരിച്ചതുപോലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം അല്ലെങ്കിൽ ഇന്ന് മഴ ഉണ്ടാകാനുള്ള പ്രധാന സ്ഥലം അത് വടക്കൻ കേരളമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ്. നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മിന്നൽ പ്രളയത്തിനടക്കം സാധ്യതയുള്ളതിനാൽ അത്തരം മേഖലകളിൽ നിന്ന്, ഈ മലയോര മേഖലകളിലടക്കം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നടക്കം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളണമെന്നത് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഈ അറബിക്കടലിലേക്കാണ് ഈ ചുഴലിക്കാറ്റ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശത്ത് നാളെ വൈകുന്നേരം വരെ ഇതേ രീതിയിൽ തന്നെ, നാളെയും അതിനുശേഷവും ഒരുപക്ഷെ ഈ തീരദേശത്തുള്ളവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, അതീവ സുരക്ഷ ക്രമീകരിക്കേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്ര അത് നിരോധിക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് അതത് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ ചില ജില്ലകളിലൊക്കെ തന്നെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ, കോട്ടയത്തടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വിലക്ക് തുടരുകയാണ്. ഒപ്പം തന്നെ ഇടുക്കി പോലുള്ള ഇടങ്ങളിലും ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരത്തിൽ എല്ലാ മേഖലകളിലും കൃത്യമായി എല്ലാ ജില്ലകളിലും അതത് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. സുജയ, വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് സുനിഷ അയ്യല്ലൂരാണ്.